ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ആ ഒരു സൈറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, HTML ഉപയോഗിച്ചിട്ടാണ് വെബ് പേജ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. HTML മാത്രം ഉപയോഗിച്ച് നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ഡിസൈനിലേക്ക് എത്തിക്കണമെങ്കിൽ CSS യൂസ് ചെയ്യേണ്ടി വരും. അതിന് ആക്ഷൻസ് എല്ലാം കൊടുക്കണമെങ്കിൽ JavaScript യൂസ് ചെയ്യേണ്ടി വരും. HTML എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലേഔട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. HTML യൂസ് ചെയ്തിട്ട് ഒരു ലേഔട്ട്, ഒരു സ്ട്രക്ചറലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ CSS എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലേഔട്ടിനെ കുറച്ചൊന്ന് സ്റ്റൈൽ ചെയ്ത് ഒരു നല്ലൊരു ഡിസൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് CSS ഉപയോഗിക്കുന്നത്. പിന്നെ JavaScript ആണെങ്കിൽ ആക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സ്വിച്ച്, ഒരു ബട്ടണെല്ലാം പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, മൗസ് ഹോവർ ചെയ്യുമ്പോൾ എന്ത് ആക്ഷൻ നടക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് JavaScript വെച്ച് ചെയ്യാൻ പറ്റും. ഫോം വാലിഡേഷനൊക്കെ ഇല്ലേ, ഇപ്പോൾ ഒരു ഫോമിൽ ലോഗിൻ പേജ് എടുക്കാം. ലോഗിൻ പേജിൽ ഇമെയിൽ ID നമ്മൾ അടിക്കുമ്പോൾ ഇമെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഇമെയിൽ ID ഇല്ലെങ്കിൽ ഇൻവാലിഡ് ഇമെയിൽ ID എന്ന് പറയുന്നുണ്ട്. അതായത് ക്ലയൻറ്റ് സൈഡിൽ തന്നെ വാലിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് JavaScript യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ പല യൂസ് JavaScripറ്റിനുണ്ട്. പിന്നെ ഈ HTML എഴുതുന്നത് ആംഗിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്താണ് ടാഗ്സ്, ഓരോ ടാഗും എഴുതുന്നത്. ഇപ്പോൾ HTML ടാഗാണ് HTML. ഓക്കെ, ഇത് ഓപ്പണിംഗ് ടാഗാണ്, ഇത് ക്ലോസിംഗ് ടാഗാണ്. ഓക്കെ, എല്ലാ ടാഗ്സിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടാവണം. എന്തായാലും ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് എന്തായാലും ക്ലോസ് ചെയ്യണം. പിന്നെ 2 ടാഗ്സാണ് ക്ലോസ് ചെയ്യാൻ ആവശ്യമില്ലാത്തത്. അതായത് HR ടാഗ്, BR ടാഗ്. BR ടാഗ് എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ്. HR ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഈ ഒരു ലൈൻ കണ്ടു, ഈ ഒരു ലൈനുള്ള HR ടാഗ് യൂസ് ചെയ്ത് ഇടുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു വെബ് പേജിൻ്റെ. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കണം. നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കൊരു കോഡ് എഡിറ്റർ ആവശ്യമുണ്ട്. മൊബൈലിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ചെയ്യാൻ പറ്റിയൊരു കോഡ് എഡിറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ലാപ്പിലും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് VS കോഡാണ് നല്ലത്. VS കോഡ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുക്കുക. എൻ്റെ വിൻഡോസ് ആയതുകൊണ്ട്. ഇപ്പോൾ മാക്കിനോ വിൻഡോസ് അതുപോലെ ബാക്കി OSന് വേണമെങ്കിൽ അതർ പ്ലാറ്റ്ഫോമിൽ പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ വിൻഡോസ് ആയതുകൊണ്ട് ഡൗൺലോഡ് കൊടുക്കുന്നു. ഷോ ഇൻ ഫോൾഡർ കൊടുക്കാം. ശേഷം ഈ VS കോഡ് സെറ്റ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. I accept the agreement കൊടുക്കാം. നെക്സ്റ്റ് അടിക്കാം. ഇതിൽ ചേഞ്ച് ഒന്നും വരുത്തണ്ട. നെക്സ്റ്റ് കൊടുക്കാം. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുക്കാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾഡർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അതിലിട്ട് കഴിഞ്ഞാൽ ആ ഫോൾഡർ അതിൽ ഓപ്പൺ ചെയ്ത് വരും. ഇല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ഫോൾഡർ കൊടുത്ത് പല രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. VS കോഡിൽ സിമ്പിളായിട്ട് ചെയ്യാൻ ഈ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിടുന്നത് നല്ലതാണ്. ഓക്കെ, ശേഷം ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, ആ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടിക്ക് ചെയ്ത് ഫിനിഷ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഞാൻ ഈ ഡ്രൈവിലാണ് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, പുതിയൊരു ഫോൾഡർ. ഓക്കെ, ഒരു നെയിം കൊടുക്കാം. ഡെമോ കൊടുത്തു. പിന്നെ ഈ ഫോൾഡർ ഡ്രാഗ് ചെയ്തിട്ട്
ഈ VS കോഡിൻ്റെ ഈ ഐക്കണിൻ്റെ മുകളിൽ വരുമ്പോൾ ഓപ്പൺ വിത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് കാണിക്കും. അതിനുശേഷം ഒന്ന് മൗസ് ഒന്ന് കൈയെടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ ഓപ്പണായി വന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഫയലിൽ പോവും. ഐ ട്രസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഫയലിൽ പോവാം. അതിനുശേഷം ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. എന്നിട്ട് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ഫയൽ എപ്പോഴും ഇൻഡെക്സ് എന്നുള്ള പേരിലായിരിക്കണം. ഓക്കെ, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ HTML പേജ് എന്തായാലും ഇൻഡെക്സ് എന്നുള്ള പേരിലായിരിക്കണം. അതിൻ്റെ എക്സ്റ്റൻഷൻ .html എന്നാണ്. ചെറിയൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, HTML ടാഗ് എഴുതുന്നു ആദ്യം. അതിൻ്റെ അകത്ത് ഹെഡ് എഴുതുന്നു. ഹെഡിൻ്റെ അകത്ത് ടൈറ്റിൽ എഴുതുന്നു. ടൈറ്റിൽ ഹലോ വേൾഡ്. ഓക്കെ, ഇനി നമുക്കിത് ക്രോമിൽ നമുക്കൊരു വെബ് പേജ് ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് index.html റൈറ്റ് ക്ലിക്ക് ചെയ്യാം, കോപ്പി പാത്ത് കൊടുക്കാം, ശേഷം ക്രോം എടുക്കാം, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ഓക്കെ, വന്നു. ഇതാണ് ഒരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ വേൾഡ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത്. അത് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. ഈ പാർട്ട് ബോഡി പാർട്ടാണ്, ഇത് ഹെഡ് പാർട്ട്. ഇത് ബോഡി, ഇത് ഹെഡ്. ഓക്കെ, ഇനി നമുക്ക് ബോഡി എഴുതാം. ബോഡിയുടെ അകത്ത് നെക്സ്റ്റ് ഇനി ടാഗ്സ് ചെയ്താം. ഓക്കെ, ആദ്യം H1 ടാഗ് ചെയ്തു. നമ്മൾ H1 മുതൽ H6 വരെ ടാഗ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഹെഡിങ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഹെഡിങ് 1 കൊടുക്കുന്നു. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. H2, H3, H4, H5, H6, 2, 3, 4, 5, 6. ഇതിനോരം എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിങ്ങനെ കൊടുത്തത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് സേവ് ആകുന്നില്ലെങ്കിൽ ജസ്റ്റ് Ctrl+S അടിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ ഓട്ടോ സേവ് ഓൺ ചെയ്തിടാം. ഓക്കെ, ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ഉണ്ടോ, ഹെഡിങ്സ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഹെഡിങ് 1 എന്നുള്ളത് വലുതായിട്ടാണ് വന്നിട്ടില്ലേ. അപ്പം ഞാൻ അങ്ങോട്ട് ചെറുതായി ആണ് പോകുന്നത്. ഓരോന്നിൻ്റെ സൈസിൽ ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി പാരഗ്രാഫ്സ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് P ടാഗ്. P ടാഗ് യൂസ് ചെയ്തിട്ടാണ് പാരഗ്രാഫ് എഴുതുന്നത്. അതിൻ്റെ അകത്ത് ഒരു സാമ്പിൾ ടെക്സ്റ്റ് ഞാൻ ഇടുന്നു. ഓക്കെ, ഉണ്ടോ, ആ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പാരഗ്രാഫാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഒന്ന് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഈ ഹെഡിങ് കഴിഞ്ഞൊരു ലൈൻ വരണം എന്നൊക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് BR ടാഗ് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ മുമ്പിൽ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ട് ഇവിടെ HR ടാഗ് യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ടാഗിനും ക്ലോസിങ് ഇല്ല, ബാക്കി എല്ലാ ടാഗിനും ക്ലോസിങ് ഉണ്ട്. ഓക്കെ, ഉണ്ടോ, ആ ലൈനും വന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഈ ഒരു വേറെ H1 ടാഗിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് സ്ട്രോങ് നല്ലൊരു ടാഗ് കൊടുക്കാം. അതിൽ ഹലോ B ടാഗ് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു പണ്ട്. HTML5 ആയതിനു ശേഷം സ്ട്രോങ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ, ഇതും H1 ആണ്, ഇത് H1 ആണ്. ഇത് കുറച്ചുകൂടി ബോൾഡാണ്. ഓക്കെ, മനസ്സിലാണെങ്കിൽ ഇത് പാരഗ്രാഫ് ടാഗ് ആക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു ടെക്സ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ. ഇതിനെക്കാട്ടി കുറച്ച് ബോൾഡാണ്. ഈ താഴെ വന്ന് P ടാഗ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് EM ടാഗ് ഉണ്ട്. അത് ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടത് I എന്നുള്ള ഇതുണ്ടായിരുന്നു HTML5 മുമ്പ്. കണ്ട സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വേറൊരു സൈറ്റിൻ്റെ ലിങ്ക്, അതായത് ഒരു ഫേസ്ബുക്കിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഗൂഗിളിലേക്ക് പോകണം, ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ പല പേജിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടാഗാണ് A ടാഗ് ഇടാം. അതിനുശേഷം ഈ href എന്നുള്ളത് ആട്രിബ്യൂട്ടാണ്. ഈ ടാഗിൻ്റെ അകത്ത് ഇതുപോലെ എഴുതുന്നതിന് ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാനൊരു പേജ് കൊടുക്കുന്നു, https://
ശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഇതിനോട്ട് ഇതിൻ്റെ മുകളിലോട്ട് മൗസ് ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണുന്നുണ്ട്, ഉണ്ടോ, ആ ഒരു ലിങ്ക് നമുക്ക് കാണുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ആവേണ്ടത് വേറെ പുതിയൊരു ടാബിലാണെങ്കിൽ ടാർഗറ്റ് ബ്ലാങ്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പുതിയൊരു പേജിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പുതിയൊരു ടാബിലാണ്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റുമാണ്. ഫസ്റ്റ് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് എടുക്കാം. ഓർഡേർഡ് ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് OL ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് LI എന്നുള്ള ടാഗ് യൂസ് ചെയ്യും. ഇപ്പോൾ ആപ്പിൾ, നെക്സ്റ്റ് LI, ഓറഞ്ച്. ഇത് ലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഉണ്ടോ 1, 2 ആ രീതിയിലാണ് വരിക. ഇപ്പോൾ വേണമെങ്കിൽ ടൈപ്പ് മാറ്റിയിട്ട് ABCD ആ രീതിയിൽ വേണമെങ്കിൽ അത് ആ രീതിയിൽ കൊടുക്കാം. ഉണ്ടോ AB ആ രീതിയിൽ വന്നു. ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഇതിനകത്ത് എത്ര വേണമെങ്കിലും ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഉള്ളതൊരു UL ടാഗാണ്. UL എഴുതാം. ഇതുപോലെ UL, LI അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടാം, അതിനുശേഷം LI ഇടാം, അതിനുശേഷം എത്ര LI ടാഗ് വേണമെന്നുള്ളത് എഴുതുക. എത്ര നമുക്കൊരു 2 മതി. അതിനുശേഷം ആപ്പിൾ, നെക്സ്റ്റ് ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ HTML പേജ് ഓരോന്നും നമ്മൾ എഴുതിയത് ചെയ്തത്. ഇതിന് പകരം സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കോഡ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം, എൻ്റർ അടിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ HTML, ഹെഡ് ടാഗ്, ബോഡി ടാഗ് എല്ലാം ഓപ്പണായിട്ട് എല്ലാം ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടു, ടൈറ്റിലാണെങ്കിലും അത് കാര്യം. പിന്നെ നേരത്തെ നമ്മൾ എഴുതിയതിനെക്കാട്ടി ഈ ഒരു 3 ടാഗ് അധികം വന്നിട്ടുണ്ട്, ഈ മെറ്റ ടാഗ്സ്. ഓക്കെ, ഈ ഒരു ടാഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എനിക്കൊരു പ്രാവശ്യം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ ഓക്കെയാണ്. CSSലെ കണ്ടൻറ്റൊക്കെ CSSലെ ഞാൻ സ്റ്റൈലൊക്കെ മാറ്റി നോക്കി, എന്നിട്ട് പോലും വർക്കാകുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ ഒരു ടാഗ് ഞാൻ ഇടാൻ മറന്നു എന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും റെസ്പോൺസീവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നൊരു ടാഗാണ്. പിന്നെ ഈ ഡോക്ടൈപ്പ് HTML എന്നുള്ളത് HTML5 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,